ആഫ്റ്റർ 40 കഴിഞ്ഞിട്ട് മൈക്രോബ്ലേഡിങ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന സ്ത്രീകളാണെങ്കിൽ നിങ്ങൾക്ക് ഞാൻ കുറച്ച് ടിപ്സ് പറഞ്ഞുതരാം. നമുക്കൊരു 40-45 ഒക്കെ ആകുമ്പോൾ നമ്മളൊരു ആൻറ്റി ഏജിങ് ട്രീറ്റ്മെൻറ്റുകൾ സ്റ്റാർട്ട് ചെയ്യും. ആഫ്റ്റർ 40-45 നമ്മളുടെ ഒരു ഫേസ് കുറച്ച് തൂങ്ങാൻ തുടങ്ങും. അതേപോലെ നമ്മുടെ ഐബ്രോസ് കുറച്ച് ഇടിഞ്ഞ പോലെ ഒരു ഫീലൊക്കെ വരാറുണ്ട്. നമ്മൾ ഐബ്രോസ് ചെയ്യാൻ പോകുമ്പോൾ നമ്മൾ കൊടുക്കുന്ന മിക്കവാറും എല്ലാവരും കൊടുക്കുന്ന ഒരു സജഷൻ എന്ന് പറയുന്നത് നീളം കുറച്ചധികം വേണം, വീതി പാടില്ല, അതേപോലെ ആർച്ച് ആയിരിക്കണം എന്ന് പറയാം. ഈ ആർച്ച് ആയിരിക്കണമെന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നത് യങ് ആയിട്ട് തോന്നാനോ ഒത്തിരി ലിഫ്റ്റഡ് ആയിട്ട് തോന്നാനോ വേണ്ടിയിട്ടാണെന്ന് തോന്നുന്നു. പക്ഷേ അതിൻ്റെ റിസൾട്ട് വരുന്നത് നേരെ തിരിച്ചായിരിക്കും. ഒരുപാട് ആർച്ച് ആകുമ്പോൾ ഉള്ള പ്രശ്നം വരുന്നത് നമ്മളുടെ സെൻട്രൽ പോയിന്റിൽ നിന്ന് ഈ മിഡിലേക്ക് വരുന്ന ഭാഗത്തേക്കാണ് നമ്മളുടെ ലെങ്ത് വരുന്നത്. അവിടെ നിന്ന് താഴോട്ട് വരുന്നതാണ് ടെയിൽ ലെങ്ത് വരുന്നത്. അപ്പോൾ ആർച്ചിലേക്ക് പോകുമ്പോൾ ഈ മിഡ് ലെങ്ത്തും ടെയിൽ ലെങ്ത്തും ഒരേ അളവിൽ കിടക്കും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമുക്കൊരു ക്രൂവൽ ഫേസാണ് വരുന്നത്. കുറച്ച് ലിഫ്റ്റഡ് ആയിട്ട് കുറച്ചൊരു കൂർത്തൽ ഇതാണ് വരുന്നത്. സോഫ്റ്റ് ആർച്ചിലേക്ക് മാറ്റിക്കഴിഞ്ഞാൽ, അതായത് ഇവിടുന്ന് മിഡിൽ ലെങ്ത് വരെയുള്ള ലെങ്ത്ത് കൂട്ടിയിട്ട് ടെയിലിൻ്റെ ലെങ്ത്ത് എപ്പോഴും കുറച്ച് ചെയ്യാം. അങ്ങനെ കുറച്ച് ചെയ്യുമ്പോൾ നമുക്ക് ഏജ് കുറവാണ് തോന്നുക. ടെയിലിൻ്റെ ലെങ്ത്ത് കുറയ്ക്കുമ്പോൾ, അതുപോലെ ടെയിൽ കുറച്ച് ലിഫ്റ്റഡ് ആയിട്ട് ചെയ്യുമ്പോൾ അതിന് കുറച്ച് മെഷർമെൻറ്റ്സുകളുണ്ട്. പഠിച്ചിട്ടുള്ളവർക്കറിയാം. സോഫ്റ്റ് ആർച്ചിൻ്റെ മെഷർമെൻറ്റിൽ ഒരുപാട് ഡ്രോപ്പി ലുക്ക് കിട്ടത്തില്ല, എന്നാൽ ഒരുപാട് സ്ട്രൈറ്റ് ലുക്കും വരത്തില്ല. കുറച്ച് നല്ല ഭംഗിക്കിരിക്കും. സോഫ്റ്റ് ആർച്ചാണ് എപ്പോഴും നമുക്കൊരു മിഡിൽ ഏജുള്ള സ്ത്രീകൾക്ക് എപ്പോഴും നല്ലൊരു ഷേപ്പ് വരും. നമ്മുടെ ഫേസ് കുറച്ച് ലിഫ്റ്റഡ് ആയിട്ട് ഇമ്മീഡിയറ്റ് റിസൾട്ടും ആയിരിക്കും കേട്ടോ. അത് നമ്മളിപ്പോൾ ബോട്ടക്സ് ചെയ്യുമോ അതല്ലെങ്കിൽ ഇപ്പം എന്താ പറയുക നമ്മുടെ ത്രെഡ് ലിഫ്റ്റ് ഒക്കെ ചെയ്യുമ്പോൾ നമുക്ക് ആ റിസൾട്ട് ഇമ്മീഡിയറ്റ് ആയിട്ട് കിട്ടും. എന്നാലും നമുക്ക് എപ്പോഴും ചെയ്തുകൊണ്ടിരിക്കണം. അതിനെ സപ്പോർട്ട് ചെയ്യുന്ന, അതിനോടൊപ്പം നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ടെക്നിക്കാണ് സോഫ്റ്റ് ആർച്ചിലേക്ക് അല്ലെങ്കിൽ സ്ട്രൈറ്റ് ലുക്കിലേക്ക് മാറ്റുക എന്നുള്ളത്. അപ്പം മിക്കവാറും ഇവിടെ വരുന്നവരൊക്കെ ആർച്ച് അല്ലെങ്കിൽ ടെയിൽ ലെങ്ത് കൂട്ടണം എന്നൊക്കെ പറഞ്ഞിട്ടാണ് വരുന്നത്. നിങ്ങൾ എവിടെയെങ്കിലും മൈക്രോബ്ലേഡിങ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അവിടെ ചെന്നിട്ട് സ്ട്രെയിറ്റ്, സോഫ്റ്റ് ആർച്ച് ഈ 3 ലുക്ക് നിങ്ങൾക്ക് വരച്ചിട്ട് ഫോട്ടോ എടുത്ത് കാണിച്ചിട്ട് ശേഷം നിങ്ങൾ തീരുമാനിക്കുക ഏത് ലുക്കാണ് നിങ്ങൾക്ക് ചേരുക എന്നുള്ളത്. താങ്ക് യു.